ഹലോ ഹായ്. ശ്രീജിത്ത് വിജയൻ സംവിധാനം ചെയ്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായ ഇടിയൻ ചന്തു എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് പീറ്റർ ഹെയിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പക്ഷേ ആ പക്ഷേക്കുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയാം. പക്ഷേ അതിന് മുന്നോടിയായിട്ട് ക്യാമറ ചെയ്തിരിക്കുന്നത് വിഘ്നേഷ് വാസു, അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദീപക് ദേവ്, അതുപോലെ തന്നെ എഡിറ്റിംഗ് MV സാജൻ. അങ്ങനെ പോകുന്നു ക്രൂസ്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ഇരുന്ന് കാണാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അപ്പോൾ ചോദിക്കും, സിനിമ കാണാനല്ലാതെ കയറി അഭിനയിക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചേക്കാം ട്രോളായിട്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വെറുതെ അങ്ങനെ ഇരുന്ന് കാണാം, അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നിയോ എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു വലിയൊരു എന്തെങ്കിലും ഒരു പഞ്ച് തോന്നിയോ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നിയില്ല. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ് പരിപാടി, അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ ഏരിയകളിൽ നോക്കുമ്പോൾ ഒരു ബിലോ ആവറേജ് പരിപാടിയൊക്കെ ആയിട്ടാണ് എനിക്ക് പേഴ്സണൽ തോന്നിയത്. എന്ന് വെച്ച് തീരെ മോശം സിനിമയാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല, ഒരു ആവറേജ് പരിപാടിയായിട്ടൊക്കെ കൂട്ടാം. പലർക്കും പല അഭിപ്രായം, പക്ഷെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അത് എടുത്തു പറയേണ്ടത് അതെൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. അത് കേട്ടിട്ട് നിങ്ങൾ സിനിമ കാണാൻ പോകണ്ട അല്ലെങ്കിൽ പോകണം എന്നുള്ള ഒരു അഭിപ്രായമില്ല. നമ്മൾ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. പീറ്റർ ഹെയിൻ്റെ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ പരിപാടി വർക്കാക്കുന്ന ഒരു അങ്ങനെ എനിക്കങ്ങനെ ഒരു പഞ്ചായിട്ട് എനിക്ക് തോന്നിയില്ല, പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഫൈറ്റ്. പിന്നെ ഇതിൽ ബിജു സോപാനത്തിൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട്, അത് ഗംഭീരമായിരുന്നു. അത് ഈ ചട്ടിയൊക്കെ എടുത്ത് തലക്കെട്ടടിക്കുന്ന ഒരു പരിപാടി, അതൊക്കെ നല്ല രസമായിട്ട് വന്നു. അത് പ്രത്യേകിച്ച് അദ്ദേഹം ബിജു സോപാനത്തിനെ പോലൊരു ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹം അങ്ങനെ ഫൈറ്റൊന്നും ചെയ്തതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു, പ്രത്യേകിച്ച് അതൊരു ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഐ എം വിജയൻ്റെ ആക്ടിങ് പരിപാടിയൊക്കെ നമുക്ക് സംസാരിക്കണ്ട, അതങ്ങനെ സൈഡിലോട്ട് മാറ്റി വെക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ക്ലൈമാക്സിൽ ഫുട്ബോൾ വെച്ചിട്ട് ചെറിയൊരു ആക്ഷൻ പരിപാടി കാണിച്ചിട്ടുണ്ട്. ചെറിയ സെക്കൻഡുകളേ ഉള്ളൂ, പക്ഷെ അത് ഗംഭീരമായിരുന്നു. കാരണം നമ്മൾ IM വിജയൻ എന്നുള്ളൊരു ആളൊരു ഫാൻ ബോയ് എന്ന രീതിക്ക് നമുക്കത് കാണുമ്പോൾ കൈയടിക്കാൻ തോന്നും. പക്ഷെ അത് ഒഴിച്ചു നിർത്തിയാൽ അങ്ങനെ പീറ്റർ ഹെയിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ഡിമാൻഡ് ചെയ്യുന്ന സ്ക്രിപ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇവിടെ അത്തരത്തിലുള്ളൊരു ഏരിയ ഇല്ല സിനിമയിൽ. എനിക്ക് അങ്ങനെ ഒരു പഞ്ചും കിട്ടിയില്ല ചെയ്തതിൽ, അങ്ങനെ ഒരു വലിയ പഞ്ചും കിട്ടിയില്ല. ഇവിടെയുള്ള ഒരുപാട് എന്താ പറയുക ആക്ഷൻ കൊറിയോഗ്രാഫർമാരുണ്ട്, അവർക്ക് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയത്. അതുപോലെ ക്ലൈമാക്സ് ഫൈറ്റിലാണ് എനിക്ക് കുറച്ചൊരു കല്ലുകടി രൂപപ്പെട്ടത്. കാരണം അതൊരു ഒട്ടും ലോജിക്കില്ലാത്തൊരു പരിപാടിയാണ്. നമ്മുടെ ഒരു കോളേജ് പ്രിൻസിപ്പൾ വന്നിട്ട് എൻ്റെ കൂടെ ഒരു 300 പിള്ളേരുണ്ടാ കയറി അടിക്കട എന്നൊക്കെ പറയുന്ന ആഹ്വാനം ചെയ്യുന്ന ഒരു പരിപാടി അത്ര ലോജിക്കില്ലാത്ത, അത്ര സുഖകരമല്ലാത്തൊരു കാര്യമാണ് സ്ക്രിപ്റ്റിൽ എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ അവിടെ തന്നെ ഈ പറയുന്ന ഫൈറ്റിൽ ഒരു പല മീഷോ വേർഷൻ, നമ്മൾ ട്രോളായിട്ട് പറയില്ലേ, നമ്മുടെ ഫ്ലിപ്കാർട്ടും മീഷോ വേർഷൻ അല്ലെങ്കിൽ ആമസോൺ മീഷോ വേർഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു പരിപാടി എനിക്ക് തോന്നുന്നു. ബാഹുബലിയുടെ ഒരു മീഷോ വേർഷൻ, അതുപോലെ തന്നെ ലോകേഷ് കനകരാജ് സിനിമകളുടെ ഒരു മീഷോ വേർഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ച് എലമെൻറ്റ്സ് എനിക്ക് കാണാൻ കഴിഞ്ഞു. അതിനകത്ത് പ്രത്യേകിച്ച് കുമാരി ജയശ്രീയിലെ ഒരു ക്യാരക്ടർ ദേവസേനയായിട്ട് വരുന്ന ഒരു മീഷോ വേർഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിക്രമിലൊക്കെ ലോകേഷ് കനകരാജ് ചെയ്ത ഫയർ ട്രക്ക് ഉപയോഗിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഫയർ ട്രക്കിന് പകരം ഈ പറയുന്ന ക്രിക്കറ്റ് ബോൾ മെഷീനിലെ സ്പീഡിൽ എറിയാവുന്ന ആ മെഷീൻ വെച്ചിട്ടുള്ള ഒരു പരിപാടി. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ടാണ്. എന്തുകൊണ്ടോ എനിക്കങ്ങനെ പീറ്റർ ഹെയിൻ്റെ ഒരു ആക്ഷൻ പരിപാടി അത്ര പഞ്ചുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമായിരിക്കും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ സ്ക്രിപ്റ്റിൽ നല്ല ഡെപ്തുള്ള ക്യാരക്ടറാണ് എല്ലാവരും ചെയ്തു വെച്ചിരിക്കുന്നത്. സ്ക്രിപ്റ്റ് എഴുതിയത് ശ്രീജിത്ത് വിജയൻ തന്നെയാണ്. അദ്ദേഹം നല്ല ഡെപ്തുള്ള ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമോഷൻ പരിപാടികളൊക്കെ കുറേയൊക്കെ വർക്കായിട്ടുണ്ട്. പ്രത്യേകിച്ച് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ, അതുപോലെ തന്നെ ലെന, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് ഒരു എന്താ പറയുക ഡിഫറൻറ്റേബിൾ ആയിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല, അതൊക്കെ കുറച്ച് അത്യാവശ്യം ഇമോഷണലി നന്നായിട്ട് കണക്റ്റ് ആവുന്ന പരിപാടിയായിരുന്നു. പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം പോസിറ്റീവായിട്ടുള്ള, പ്രത്യേകിച്ച് വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് കേന്ദ്ര കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം ചെയ്തതും, അതുപോലെ തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ തുടക്കം കുറേ ഭാഗം ഒരേ എക്സ്പ്രഷനാണ് പരിപാടി പോയിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു ലവ് ട്രാക്കിലോട്ടൊക്കെ വരുമ്പോൾ കുറച്ചൊന്ന് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത പെർഫോമൻസ് തന്നെയാണ്. അതുപോലെ തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ അമ്മയായിട്ട് ലേന ചെയ്യുന്നു, ശ്രീജിത്ത് രവി അച്ഛനായിട്ട് ചെയ്യുന്നു, പിന്നെ അതുപോലെ ലാലു അലക്സ്, പിന്നെ എന്താ പറയുക ജോണി ആൻ്റണി, വിദ്യ വിജയകുമാർ,
പിന്നെ അങ്ങനെ പിന്നെ ചന്തു സലീംകുമാർ ഒരു സലീംകുമാറും ഉണ്ട്. ചന്തു സലീംകുമാർ ഒരു നെഗറ്റീവ് റോളാണ്, ഒരു തമിഴിൻ്റെ ക്യാരക്ടർ കിച്ചു ടെല്ലസ് ഒരു ക്യാരക്ടർ ചെയ്യുന്നു. അങ്ങനെ ടോട്ടലി എല്ലാവരും കുഴപ്പമില്ല. പിന്നെ എനിക്ക് വെറുപ്പീരായിട്ട് എനിക്ക് തോന്നിയത് രമേഷ് പിഷാരുടെ ക്യാരക്ടർ തന്നെയാണ്. അദ്ദേഹം ഓൺ സ്റ്റേജിൽ അദ്ദേഹം പൊളിയാണ്, വൻ പൊളിയാണ്. പക്ഷേ സ്ക്രീനിൽ എന്തോ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എനിക്ക് അത്ര റെലവൻ്റ് ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടില്ല. ഈ സിനിമയിലും എനിക്ക് ഒരു കല്ലുകടിയായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹം ചെയ്യുമ്പോൾ ആ ക്യാരക്ടറായിട്ട് മാറുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതുപോലെ തന്നെ എനിക്ക് മോശമായിട്ട് തോന്നിയ ഒരാൾ വിദ്യ വിജയകുമാറിൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണോ അവരുടെ പെർഫോമൻസ് വൈസ് അവർ കുറച്ചൊന്ന് ഓവറാക്കുന്ന പോലെ ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അഭിനയിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് തുടക്കത്തിൻ്റെ ആയിരിക്കാം, അങ്ങനെ എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നി. എന്നാൽ കുമാരി ജയശ്രീ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പറഞ്ഞു നോക്കുന്നുണ്ട്. ബാക്ക് ബെഞ്ചിൽ ഉള്ള പിള്ളേഴ്സ് പഠിച്ച് പാസ്സായ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ ശരിയായിരിക്കാം, അത് എത്രത്തോളം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനകത്ത് തൊട്ടടുത്ത നിമിഷം അവർ പറഞ്ഞു വെക്കുന്നത് ബാക്ക് ബെഞ്ചിലിരിക്കുന്ന അങ്ങനെ ഉഴപ്പന്മാരായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ സിനിമാക്കാർ അല്ലെങ്കിൽ സംവിധായകർ അങ്ങനെയുള്ള സിനിമാ ക്രൂ ആയിട്ട് മാറാറാണ് പതിവ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്കെന്തോ അങ്ങോട്ട് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയില്ല. അത് ഈ സിനിമയിലെ സംവിധായകൻ എങ്ങനെയാണ്, അദ്ദേഹത്തിന് പഠിപ്പുണ്ടോ വിവരമുണ്ടോ എന്നൊക്കെ അത് വേറൊരു വിഷയം. പക്ഷേ എല്ലാവരും അങ്ങനെയുള്ള ആളുകളല്ല. രാഷ്ട്രീയത്തിലാണെങ്കിലും എന്താ പറയുക, സിനിമയിലും സംവിധായകരൊക്കെ ആയിട്ട് നിൽക്കുന്നവരൊക്കെ നല്ല ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു അനാവശ്യമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ക്രഞ്ചായിട്ട് കുറേ പരിപാടികൾ പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അത് കോമഡിയുടെ ഭാഗത്ത് നിന്ന് കുറേ ക്രഞ്ചായിട്ടുള്ള കുറച്ച് പരിപാടികൾ പോകുന്നുണ്ട്. പക്ഷേ നല്ല സാധനങ്ങളും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് നല്ല പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി പോകുന്ന ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോഴാണ് ഇതിങ്ങനെ വലിച്ചു നീട്ടുന്ന പോലെ തോന്നുന്നു. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിലെ ആ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന ഗ്രാഫിക്സ് പരിപാടികളിലൊക്കെ മ്യൂസിക് നല്ല രസമായിട്ട് ദീപക് ദേവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ അങ്ങോട്ട് പോകുന്നതോറും എന്തോ മുഴച്ചു നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആവറേജ് ആയിട്ടുള്ളൊരു മ്യൂസിക് അനുഭവമാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ എന്താ പറയുക, പിന്നെ ഈ 2 സോങ് ഉണ്ട്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഒരു സോങ് ഓക്കെ, ഒരു സോങ് ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ട് ആ സോങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഡൗട്ടുണ്ട്. പിന്നെ അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പോസിറ്റീവും കുറേ നെഗറ്റീവും ഉള്ള ഒരു ആവറേജ് പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു ആവറേജ്, ഒരു ബിലോ ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു സിനിമയായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.